വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് തേർഡ് സെമിസ്റ്റർ ഡ്രാമയിലെ 4th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഈ മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറിയുടെയും എക്സ്പ്ലനേഷൻ്റെയും വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ മൊഡ്യൂളിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. How does Schechner define performance as a broad spectrum of human actions? ഇനി പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് ഷെച്ച്നർ എങ്ങനെയാണ് പെർഫോമൻസിനെ മനുഷ്യരുടെ എല്ലാ പ്രവൃത്തികളും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമായിട്ട് നിർവചിക്കുന്നത്? Schechner defines performance as a broad spectrum of human actions that includes rituals, sports, play, art, popular entertainment, everyday roles, media and online activities. അപ്പോൾ പൊതുവിൽ മനുഷ്യരുടെ എല്ലാ പ്രവൃത്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു കാര്യം എന്ന രീതിയിലാണ് അദ്ദേഹം പെർഫോമൻസിനെ നിർവചിക്കുന്നത്. അതിനകത്ത് റിച്വൽസ്, അതുപോലെ തന്നെ ആർട്സ്, സ്പോർട്സ്, മീഡിയ, എൻ്റർടൈൻമെൻറ്റ്, എവരിഡേ റോൾസ്, നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും പെർഫോമൻസ് എന്ന രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. He emphasizes that any action which is framed, enacted or displayed can be considered a form of performance. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ ബോധപൂർവം മറ്റുള്ളവരെ പ്രദർശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും പെർഫോമൻസ് എന്ന് വിളിക്കാൻ കഴിയും എന്നാണ്. What idea of culture is recognized by the intercultural approach of performance studies? ഇനി പെർഫോമൻസ് സ്റ്റഡീസിനകത്ത് കൾച്ചറിനെ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. The intercultural approach in performance studies recognizes that cultures are never isolated but always in continuous contact and exchange. അപ്പോൾ പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് പറയുന്നത് ഈ കൾച്ചേഴ്സ് അല്ലെങ്കിൽ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാര്യമല്ല, അത് പരസ്പരം കോണ്ടാക്ട് ചെയ്യുകയും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. It also acknowledges the unequal nature of these interactions, often shaped by forces such as colonialism, globalization and media dominance. ഇനി കൾച്ചേഴ്സ് തമ്മിലുള്ള ഈ ഒരു ഇൻട്രാക്ഷനകത്തൊരു പവർ ഇംബാലൻസ് ഉണ്ട് എന്നുകൂടി പറയുന്നു. ഈ കൊളോണിയലിസം, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, മീഡിയ ഡോമിനൻസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഇംഗ്ലണ്ടിലുള്ള ആളുകൾ മലയാളം പഠിക്കുന്നില്ല എന്നുള്ളത് പണ്ട് നമ്മളൊരു ബ്രിട്ടീഷ് കോളനി ആയതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വസ്ത്രധാരണത്തിലോ ഭക്ഷണത്തിലോ മറ്റ് ആർട്ടിലോ കൾച്ചറിലോ എല്ലാം തന്നെയും ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻട്രാക്ഷനകത്ത് ഇങ്ങനൊരു പവർ ബാലൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് റെക്കഗ്നൈസ് ചെയ്യുന്നു. Why is it said that if performance studies were an art, it would be avant-garde? ഇനി പെർഫോമൻസ് സ്റ്റഡീസ് അവാൻഗാർഡുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നു. Performance studies is described as avant-garde because of its openness and flexibility. അപ്പോൾ പെർഫോമൻസ് സ്റ്റഡീസ് ഒരു ഓപ്പൺ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സ്റ്റഡി ഫീൽഡ് ആയതുകൊണ്ടാണ് അതിനെ അവാൻഗാർഡ് ആക്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ലൈക്ക് അവാൻഗാർഡ് ആർട്ട്, ഇറ്റ് കണ്ടിന്യൂസ്ലി എക്സ്പെരിമെൻറ്റ്സ്, ചലഞ്ചസ് കൺവെൻഷൻസ് ആൻഡ് റീഇൻവെൻറ്റ്സ് ഇറ്റ് സെൽഫ് ടു അഡ്രസ് ന്യൂ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ആർട്ടിസ്റ്റിക് റിയാലിറ്റീസ്. അപ്പോൾ സമൂഹത്തിനകത്തുണ്ടാവുന്ന പുതിയ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് പെർഫോമൻസ് സ്റ്റഡിയുടെ അപ്രോച്ചസിനകത്തും മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് പെർഫോമൻസ് സ്റ്റഡീസിനെ അവാൻഗാർഡ് ആർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. വാട്ട് ഈസ് ഇൻസ്റ്റാളേഷൻ തിയേറ്റർ? ഇനി ഇൻസ്റ്റാളേഷൻ തിയേറ്റർ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇൻസ്റ്റാളേഷൻ തിയേറ്റർ ഈസ് എൻ ഇമ്മേഴ്സീവ് പെർഫോമൻസ് ഫോം ദാറ്റ് മെർജസ് തിയേറ്റർ വിത്ത് വിഷ്വൽ ആർട്ട്, ഡാൻസ്, മ്യൂസിക് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇൻസ്റ്റലേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് വിഷ്വൽ ആർട്ട്, ഡാൻസ്, മ്യൂസിക്, തിയേറ്റർ തുടങ്ങിയ എല്ലാം കൂടി മെർജ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ്. The audience becomes an active participant, moving through and engaging with the performance space rather than observing passively. ഇൻസ്റ്റാളേഷൻ തിയേറ്ററിൻ്റെ സവിശേഷത ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് സ്പേസ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇപ്പോൾ സാധാരണഗതിക്ക് നമ്മളൊരു വീട് അല്ലെങ്കിൽ ഓഫീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നാടകത്തിനകത്ത് സെറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ഫുൾ സെറ്റ്, സിനിമയ്ക്ക് സെറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫുൾ സെറ്റാണ് ഇവിടെ പെർഫോമൻസ് സ്പേസ് ആയിട്ട് വരുന്നത്. ഓഡിയൻസ് അതിലൂടെ കടന്നു പോയിക്കൊണ്ട് ആ പെർഫോമൻസ് ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ട് കാണുന്ന രീതിയിലാണ് ഇൻസ്റ്റാളേഷൻ തിയേറ്ററിൽ വരുന്നത്. വാട്ട് ആർ ദ ടൂൾസ് യൂസ്ഡ് ഇൻ ഡിജിറ്റൽ തിയേറ്റർ? ഇനി ഡിജിറ്റൽ തിയേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന ടൂൾസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ദ ടൂൾസ് യൂസ്ഡ് ഇൻ ഡിജിറ്റൽ തിയേറ്റർ ഇൻക്ലൂഡ് പ്രൊജക്ഷൻസ്, മൾട്ടിമീഡിയ എലിമെൻറ്റ്സ്, ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആൻഡ് വിർച്വൽ റിയാലിറ്റി.
അപ്പോൾ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ ടൂൾസായിട്ട് വരുന്നത് മൾട്ടിമീഡിയ പ്രൊജക്ഷൻസ്, ഇങ്ങനെ സ്റ്റേജിനകത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക, അതുപോലെ തന്നെ മൾട്ടിമീഡിയ എലിമെൻറ്റ്സ്, ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് റെക്കോർഡിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ, വിർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി തുടങ്ങിയിട്ടുള്ള ടെക്നോളജികളെല്ലാം തന്നെ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ ടൂൾസാണ്. These technologies create immersive interactive experiences and extend theatre's reach to global audiences. ഈ ടൂൾസിലൂടെ ഡിജിറ്റൽ തിയേറ്ററിനകത്ത് ഒരു ഇമ്മേഴ്സീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് ലഭിക്കുന്നു, അതുപോലെ തന്നെ ഗ്ലോബൽ റീച്ചും ലഭിക്കുന്നു. ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലൂടെയെല്ലാം തന്നെ ഒരു ഗ്ലോബൽ റീച്ചും ഇതിലൂടെ ലഭിക്കുന്നു. ഐഡൻറ്റിഫൈ ദി ആക്ടിവിറ്റീസ് ഓഫ് ദി എക്സ്പെരിമെൻ്റൽ തിയേറ്റർ ഗ്രൂപ്പ് ഓസ് സാറ്ററോസ്. ഇനി ഓസ് സാറ്ററോസ് എന്ന തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദി എക്സ്പെരിമെൻ്റൽ തിയേറ്റർ ഗ്രൂപ്പ് ഓസ് സാറ്ററോസ് ബേസ്ഡ് ഇൻ സൗ പോളോ ക്രിയേറ്റഡ് ദി ആർട്ട് ഓഫ് ഫേസിംഗ് ഫിയർ ഡ്യൂറിങ് ദ COVID-19 പാൻഡമിക്. അപ്പോൾ ഈ ഒരു തിയേറ്റർ ഗ്രൂപ്പാണ് നമുക്ക് ഡിജിറ്റൽ തിയേറ്ററിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്ന ദി ആർട്ട് ഓഫ് ഫേസിംഗ് ഫിയർ എന്ന പ്ലേ ഡിസൈൻ ചെയ്യുന്നത്. They used the Zoom platform for rehearsals and performances featuring an international cast. ഈ ഒരു പ്ലേയുടെ സവിശേഷത എന്ന് പറയുന്നത് അവർ റിഹേഴ്സലും അതുപോലെ തന്നെ പെർഫോമൻസ് എല്ലാം തന്നെ സൂം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആക്ടേഴ്സ് ഇതുപോലെ സൂം മീറ്റിങ്ങിനകത്ത് ഒരുമിച്ച് വന്നുകൊണ്ട് പെർഫോം ചെയ്യുന്ന തരത്തിലാണ് അവർ ഈ പ്ലേ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ഡിജിറ്റൽ തിയേറ്റർ. ഡിജിറ്റൽ തിയേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. Digital theatre refers to theatrical productions that incorporate digital elements into performance. ഡിജിറ്റൽ തിയേറ്റർ എന്ന് പറയുന്നത് ഈ തിയേറ്ററിനകത്ത് അല്ലെങ്കിൽ നാടകത്തിനകത്ത് ഡിജിറ്റൽ എലിമെൻറ്റ്സ് കൂടി ഉൾപ്പെടുത്തുന്ന പെർഫോമൻസുകളെയാണ്. ദീസ് ഇൻക്ലൂഡ് മൾട്ടിമീഡിയ പ്രൊജക്ഷൻസ്, വിർച്വൽ ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, ലൈവ് സ്ട്രീമിംഗ് ആൻഡ് ഇൻ്ററാക്റ്റീവ് ഓൺലൈൻ പെർഫോമൻസസ്. ഈ ഡിജിറ്റൽ എലിമെൻറ്റ്സ് ആയിട്ട് നമുക്ക് മൾട്ടിമീഡിയ പ്രൊജക്ഷൻസ്, സ്റ്റേജിനകത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യുന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടും. അത് കൂടാതെ തന്നെ വിർച്വൽ റിയാലിറ്റി, ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഡിജിറ്റൽ എലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കാണുന്നു. ഇറ്റ് ഹാസ് ട്രാൻസ്ഫോംഡ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ് ആൻഡ് നരേറ്റീവ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഡിജിറ്റൽ തിയേറ്ററിനകത്ത് ഈ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നരേറ്റീവ് സ്ട്രക്ചറിലും സ്റ്റോറി ടെല്ലിങ്ങിലെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഫ്ലാഷ് ബാക്കുകളും മറ്റുമൊക്കെ ഈ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എളുപ്പമാണ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഓഡിയൻസസ് വിത്ത് ഇമ്മേഴ്സീവ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി എക്സ്പീരിയൻസസ്. ഇതുകൂടാതെ ഓഡിയൻസിന് കുറച്ചുകൂടി ഇമ്മേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയെല്ലാം ഈ ഡിജിറ്റൽ തിയേറ്ററിന് സാധിക്കും. Digital theatre first emerged with video art in the 20th century. It has since evolved alongside technological advancements such as the internet and social media. ഡിജിറ്റൽ തിയേറ്റർ ആരംഭിക്കുന്നത് 20ാം നൂറ്റാണ്ടിൽ വീഡിയോഗ്രഫിയുടെ ഒരു വരവോട് കൂടിയിട്ടാണ്. പിന്നീട് ടെക്നോളജിക്കകത്തുണ്ടാവുന്ന അഡ്വാൻസ്മെൻറ്റ്സ്, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് വരുന്നത് നമ്മൾ കാണുന്നു. Contemporary digital theatre blends traditional stagecraft with modern technology. It has revolutionized both theatrical performance and audience engagement. അപ്പോൾ പുതിയ കാലഘട്ടത്തിലുള്ള ഡിജിറ്റൽ തിയേറ്ററിനകത്ത് നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള നാടകത്തിൻ്റെ രീതികളും ഈ ഡിജിറ്റൽ ടെക്നോളജിയും കൂടി മെർജ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തിയേറ്ററിൻ്റെ പെർഫോമൻസിനകത്തും അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ ഒരു എക്സ്പീരിയൻസിനകത്തും ഇത് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. How will you consider the art of facing fear as a digital theatre? ഇനി ആർട്ട് ഓഫ് ഫേസിംഗ് ഫിയർ എന്ന പ്ലേനെ നമുക്ക് എങ്ങനെ ഒരു ഡിജിറ്റൽ തിയേറ്ററിൻ്റെ എക്സാമ്പിളായിട്ട് കണക്കാക്കാം എന്നാണ് ചോദിക്കുന്നത്. The Art of Facing Fear is a pioneering example of digital theatre. It was created during the COVID-19 pandemic by the Brazilian experimental theatre group Os Satiros. അപ്പോൾ ദി ആർട്ട് ഓഫ് ഫേസിംഗ് ഫിയർ എന്ന് പറയുന്നത് ഡിജിറ്റൽ തിയേറ്ററിൻ്റെ ഒരു ഉദാഹരണമാണ്. ബ്രസീലിലുള്ള എക്സ്പെരിമെൻ്റൽ തിയേറ്റർ ഗ്രൂപ്പായിട്ടുള്ള ഓസ് സാറ്ററോസ് കോവിഡ് സമയത്താണ് ഈ ഒരു നാടകം അവതരിപ്പിക്കുന്നത്. Designed specifically for Zoom, the play was rehearsed and performed entirely online. It features an international cast from Europe, Africa and South America. ഇനി ഈ പ്ലേയുടെ സവിശേഷതയായിട്ട് നമ്മൾ കാണുന്നത് ഇതിൻ്റെ റിഹേഴ്സലും അതുപോലെ തന്നെ പെർഫോമൻസ് എല്ലാം നടക്കുന്നത് സൂം മീറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇങ്ങനെ ഈ ഒരു സൂം മീറ്റിങ്ങിലൂടെ ഈ നാടകത്തിനകത്ത് പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണുന്നു. Set in a dystopian world enduring 5,555 days of quarantine, it explores themes of isolation, fear and authoritarianism.
ഇനി കോവിഡ് കാലഘട്ടവുമായി ബന്ധപ്പെട്ടൊരു തീം തന്നെയാണ് ഈ പ്ലേക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 5555 ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുന്ന ഒരു സമൂഹത്തിൻ്റെ കഥയാണ് ഈ പ്ലേയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ആളുകളുടെ ഭയം, ഒറ്റപ്പെടൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പ്ലേയിൽ തീമുകളായിട്ട് വരുന്നത് നമ്മൾ കാണുന്നു. The production also incorporated real-time audience participation, weaving their comments into the actors' monologues. ഇതുകൂടാതെ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്ലേ അവതരിപ്പിക്കുന്നത്. സൂം മീറ്റിങ്ങിനകത്ത് പ്ലേ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിയർ, അതുപോലെ തന്നെ അവരുടെ തോട്ട്സ് എല്ലാം ഓഡിയൻസിന് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കമൻസ് ആയിട്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആക്ടേഴ്സ് അവരുടെ മോണോലോഗ്സിലേക്ക്, ഡയലോഗ്സിലേക്കൊക്കെ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പ്ലേ അവതരിപ്പിക്കുന്നത്. This innovative use of technology exemplifies theatre's adaptability and marks the play as a key moment in the evolution of digital performance. അപ്പോൾ ഇത്തരത്തിൽ ഡിജിറ്റൽ ടെക്നോളജി ഇങ്ങനെ ഇന്നോവേറ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്ലേ എന്ന രീതിയിൽ ദി ആർട്ട് ഓഫ് ഫേസിങ് ഫിയർ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ ഒരു എക്സാമ്പിളാണെന്ന് നമുക്ക് പറയാം. വാട്ട് ഈസ് പെർഫോമൻസ് ആർട്ട്? ഇനി പെർഫോമൻസ് ആർട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. പെർഫോമൻസ് ആർട്ട് ഈസ് എ കണ്ടംപററി ആർട്ട് ഫോം ദാറ്റ് യൂസസ് ദ ഹ്യൂമൻ ബോഡി ആസ് എ പ്രൈമറി മീഡിയം ഓഫ് എക്സ്പ്രഷൻ. പെർഫോമൻസ് ആർട്ട് എന്ന് പറയുന്നത് ഒരു കണ്ടംപററി ആർട്ട് ഫോമാണ്. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഡയലോഗുകൾക്ക് പകരം ബോഡി മൂവ്മെൻറ്റ്സ് ഒരു മീഡിയമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. It has roots in ancient rituals and emerged as a modern genre in the early 20th century. പെർഫോമൻസ് ആർട്ട് പണ്ട് കാലം മുതലേ ഉള്ള കാര്യങ്ങളാണ്. ഏൻഷ്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ പഴയ കലാരൂപങ്ങളിലെല്ലാം തന്നെ ഈ പെർഫോമൻസ് ആർട്ടിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഒരു മോഡേൺ ആർട്ട് എന്നുള്ള രീതിയിൽ ഈ പെർഫോമൻസ് ആർട്ട് രൂപപ്പെട്ടു വരുന്നത്. It was strongly influenced by the avant-garde movements. It emerges theatre, dance, music and visual arts into innovative modes of expression. ഇനി തിയേറ്ററിനകത്തുണ്ടായിട്ടുള്ള അവാൻഗാർഡ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അവാൻഗാർഡ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ ആയിട്ട് അല്ലെങ്കിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡാൻസ്, മ്യൂസിക്, വിഷ്വൽ ആർട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അവതരണ രീതിയാണ് ഇതിൽ വരുന്നത്. Performance art frequently explores themes of identity, sexuality, politics, and social justice. Many artists employ it as a form of activism, aiming to provoke thought, dialogue, and social change. ഇനി പെർഫോമൻസ് ആർട്ടിനകത്ത് സാധാരണഗതിക്ക് ഉയർന്നു വരുന്ന തീമുകൾ ഐഡൻറ്റിറ്റി, പൊളിറ്റിക്സ്, സെക്ഷുവാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പല ആർട്ടിസ്റ്റുകളും ഒരു സോഷ്യൽ ആക്ടിവിസം എന്ന രീതിയിൽ പെർഫോമൻസ് ആർട്ടിനെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു സാമൂഹിക അവബോധം കൊണ്ടുവരുന്നതിനും സാമൂഹിക വിമർശനം നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് പെർഫോമൻസ് ആർട്ട് ഉപയോഗിക്കുന്നുണ്ട്. Contemporary performance art incorporates technology, virtual reality, live streaming, and social media to reach global audiences and expand the scope of artistic experience. ഇനി ട്രഡീഷണലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡാൻസ്, മ്യൂസിക്, ആർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പെർഫോമൻസ് ആർട്ടിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ടെക്നോളജിയുടെ സാധ്യതകൾ കൂടി പെർഫോമൻസ് ആർട്ടിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നു. എക്സ്പ്ലെയിൻ സ്റ്റേജ് പേജ് ഡിവൈഡ്. ഇനി സ്റ്റേജ് പേജ് ഡിവൈഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. The stage page divide refers to the distinction between the written script and its live enactment in theatrical practice. സ്റ്റേജ് പേജ് ഡിവൈഡ് എന്ന് പറയുന്നത് ഒരു ഡ്രാമയുടെ സ്ക്രിപ്റ്റും അത് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന സമയത്തുള്ള പെർഫോമൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത്. While the script provides a foundation through dialogue, stage directions and cues, the performance adds visual, emotional and sensory dimensions that enliven the text. അപ്പോൾ ഈ ഡ്രാമയുടെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ കാണുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഡയലോഗ്, അതുപോലെ തന്നെ ഈ സ്റ്റേജ് ഡയറക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റിൽ വരുന്നു. എങ്കിൽ തന്നെയും ഈ ഓഡിയൻസിന് ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഡയമെൻഷൻസ് എല്ലാം കൊടുക്കുന്നത് അത് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന രീതിയിൽ നിന്നാണ്. The process of moving from page to stage involves collaboration among the director, actors, and designers. They reinterpret the script according to practical staging needs and audience response. ഇനി ഈ സ്ക്രിപ്റ്റിനെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങളൊക്കെ ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, ഡിസൈനേഴ്സ് തുടങ്ങിയിട്ടുള്ള ആളുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് തീരുമാനിക്കുന്നതാണ്. സാധാരണഗതിക്ക് പ്രാക്ടിക്കലായിട്ട് സ്റ്റേജിനകത്ത് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് പരിഗണിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്.
This divide highlights the transformative power of performance as the written words of the script acquire new meaning through gesture, tone, movement and stage design. അപ്പോൾ ഈ ഒരു സ്റ്റേജ് പേജ് ഡിവൈഡിലൂടെ നമ്മൾ കാണുന്നത് പെർഫോമൻസിൻ്റെ ഒരു പവറാണ്. കാരണം ഒരു സ്ക്രിപ്റ്റിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസും മീനിങ്ങും എല്ലാം പെർഫോമൻസിലൂടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു. The quality of liveliness, even when dealing with media or archival materials, is at the heart of performance studies. Explain. ഇനി പെർഫോമൻസ് സ്റ്റഡീസ് മീഡിയയും ആർക്കൈവൽ മെറ്റീരിയൽസിനെയും എല്ലാം ഒരു ലൈവ് പെർഫോമൻസ് എന്ന രീതിയിലാണ് കണക്കാക്കുന്നതെന്ന് പറയുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. Performance studies shifts its focus from static objects such as texts and artifacts to actions and behaviors. Performance studies ഈ ആർട്ടിഫാക്ട്സ്, ബുക്സ് അല്ലെങ്കിൽ മീഡിയ എന്നുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ബിഹേവിയറിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. ഇറ്റ് ട്രീറ്റ്സ് ഈവൻ മീഡിയ ഓർ ആർക്കൈവൽ മെറ്റീരിയൽസ് ആസ് ഡൈനാമിക്, എംഫസൈസിങ് ദെയർ ക്വാളിറ്റി ഓഫ് ലൈവ്ലിനെസ് ആൻഡ് ദെയർ ഓൺഗോയിങ് എൻഗേജ്മെൻറ്റ് വിത്ത് ഓഡിയൻസസ് ആൻഡ് കണ്ടക്ട്സ്. അപ്പോൾ മീഡിയയെയും ആർക്കൈവൽ മെറ്റീരിയൽസിനെയും, അതായത് പെയിൻറ്റിങ്, സ്കൾപ്ചർ, അങ്ങനെയൊക്കെയുള്ള ആർട്സിനെ ഉൾപ്പെടെയും ഒരു പെർഫോമൻസ് എന്ന രീതിയിലാണ് ഈ പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് കാണുന്നത്. കാരണം ഇത്തരം ആർട്ട് എല്ലാം തന്നെ എങ്ങനെയാണ് ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഒരു പെർഫോമൻസ് എന്ന രീതിയിൽ കണക്കാക്കുന്നു. Schechner explains that even a painting can be studied as a performance. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ഒരു പെയിൻറ്റിങ്ങിനെ പോലും ഒരു പെർഫോമൻസ് എന്ന രീതിയിൽ കാണാൻ കഴിയുമെന്ന് പറയുന്നു. This involves examining how it was created, who engages with it, how its exhibition space shapes its reception, and how interpretations evolve over time. അപ്പോൾ ഒരു പെയിൻറ്റിങ്ങിനെയൊക്കെ ഒരു പെർഫോമൻസ് ആയിട്ട് കാണുമ്പോൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ആർട്ടിസ്റ്റ് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക, ഇതേ കാര്യങ്ങൾ തന്നെയാണോ ഓഡിയൻസ് മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെ ആ എക്സിബിഷൻ്റെ ആ ഒരു സ്പേസ് അറേഞ്ച്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓഡിയൻസിൻ്റെ എക്സ്പീരിയൻസിനെയും ഇൻ്റർപ്രിറ്റേഷനെയൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ആർട്സിനെ പോലും ഒരു പെർഫോമൻസ് എന്ന രീതിയിൽ കണക്കാക്കുന്നത്. Although an artifact may seem stable, the performances it generates through display, critique and audience response are continually changing. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇത്തരം ആർട്ടുകൾ പോലും പെർഫോമൻസ് ആയിട്ട് കണക്കാക്കുന്നു. കാരണം ഓരോ കാലഘട്ടത്തിലനുസരിച്ചിട്ട് ഓഡിയൻസ് അതിനെ എങ്ങനെ എൻഗേജ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പെർഫോമൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദീസ് ഷിഫ്റ്റിംഗ് ഇൻട്രാക്ഷൻസ് ഗിവ് ഇറ്റ് എ സെൻസ് ഓഫ് ലിവിങ് പ്രസൻസ്. അങ്ങനെയാണ് ഈ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആർട്ടിൽ പോലും ഒരു ലൈവ്ലിനെസ് എന്ന രീതിയിൽ പെർഫോമൻസ് സ്റ്റഡീസ് കണക്കാക്കുന്നത്. The emphasis on liveliness reflects performance studies' process-oriented approach, which values transformation and interaction over permanence. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് അല്ലെങ്കിൽ പെയിൻറ്റിങ് അത്തരത്തിലുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ അപ്പുറത്തേക്ക് ഒരു പെർഫോമൻസിൽ ഫോക്കസ് ചെയ്യുന്ന തരത്തിലാണ് പെർഫോമൻസ് സ്റ്റഡീസിനകത്ത് അപ്രോച്ച് വരുന്നത്. This focus on dynamic activity makes performance studies a distinctive and evolving academic discipline. അപ്പോൾ ഈ ഒരു നേച്ചർ തന്നെയാണ് പെർഫോമൻസ് സ്റ്റഡീസിനെ മറ്റ് സ്റ്റഡീസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീൽഡാക്കി മാറ്റുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പോസ്റ്റ് ഡ്രാമാറ്റിക് തിയേറ്റർ. പോസ്റ്റ് ഡ്രാമാറ്റിക് തിയേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. The term post-dramatic theatre was introduced by German theatre scholar Hans Thies Lehmann in his 1999 book of the same name. അപ്പോൾ ജർമ്മൻ തിയേറ്റർ ക്രിട്ടിക്കായിരുന്ന ഹാൻസ് ടീസ് ലെയ്മൻ ആണ് അദ്ദേഹത്തിൻ്റെ ഇതേ പേരിലുള്ള ബുക്കിനകത്ത് ആദ്യമായിട്ട് പോസ്റ്റ് ഡ്രാമാറ്റിക് തിയേറ്റർ എന്നൊരു ടേം അവതരിപ്പിക്കുന്നത്. It refers to a form of theatrical practice that moves beyond the conventions of traditional drama. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള നാടക രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ട്രഡീഷണൽ ഡ്രാമ ഈസ് ഡിഫൈൻഡ് ബൈ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ്, ക്യാരക്ടർ ഡ്രിവൺ പ്ലോട്ട്സ് ആൻഡ് ഡയലോഗ് ബേസ്ഡ് നരേറ്റീവ്സ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് ഡ്രാമയിൽ നമ്മൾ കാണുന്നത് ഈ ഡയലോഗൊക്കെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറി, ക്യാരക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പോസ്റ്റ് ഡ്രാമാറ്റിക് തിയേറ്റർ ഷിഫ്റ്റ്സ് ഇറ്റ്സ് ഫോക്കസ് ടുവേർഡ് എസ്തെറ്റിക്സ്, വിഷ്വൽ എക്സ്പ്രഷൻ ആൻഡ് ദി ഓഡിയൻസ് സെൻസറി ആൻഡ് ഇമോഷണൽ എൻഗേജ്മെൻറ്റ്. അപ്പോൾ സ്റ്റോറിക്കും ക്യാരക്ടറിനും പകരമായിട്ട് ഈ വിഷ്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് പോസ്റ്റ് ഡ്രാമാറ്റിക് തിയേറ്റർ ഫോക്കസ് ചെയ്യുന്നത്.
This form often employs nonlinear and fragmented structures that prioritize ideas, images, and sensations over a coherent narrative. അപ്പോൾ ഈ പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിനകത്ത് സാധാരണഗതിക്ക് നമ്മൾ നോൺ ലീനിയറും ഫ്രാഗ്മെൻറ്റഡുമായിട്ടുള്ള നരേറ്റീവ്സ് ആണ് കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഐഡിയാസൊക്കെ സിംബോളിക്കായിട്ട് അവതരിപ്പിക്കുക, വിഷ്വൽസ് കാണിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ സ്റ്റോറിയേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇറ്റ് ഓൾസോ മേക്സ് എക്സ്റ്റൻസീവ് യൂസ് ഓഫ് മൾട്ടിമീഡിയ ടെക്നോളജീസ് ഇൻക്ലൂഡിംഗ് പ്രൊജക്ഷൻസ്, ഡിജിറ്റൽ സൗണ്ട്സ്കേപ്സ്, ലൈവ് വീഡിയോ ആൻഡ് വിർച്വൽ എൻവയോൺമെൻറ്റ്സ് ടു ക്രിയേറ്റ് ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസസ്. ഇതുകൂടാതെ ഡിജിറ്റൽ ടെക്നോളജിയുടെ സാധ്യതകൾ കൂടി ഈ ഒരു പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിനകത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രൊജക്ഷൻസ്, അതുപോലെ തന്നെ ഓഡിയോ എലിമെൻറ്റ്സ്, പിന്നീട് ഈ വിർച്വൽ റിയാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിനകത്ത് ഉപയോഗിക്കുന്നു. പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്റർ ഫ്രീക്വൻ്റ്ലി ബ്രേക്സ് ഫോർത്ത് വാൾ. ഇതുകൂടാതെ തന്നെ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നതും ഈ പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിൻ്റെ ഒരു ഫീച്ചറാണ്. ഫോർത്ത് വാൾ എന്ന് പറയുന്നത് ഈ ക്യാരക്ടേഴ്സ് ഓഡിയൻസിനോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. It encourages direct audience participation and transforms spectators into active participants within the performance space. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇൻസ്റ്റാളേഷൻ തിയേറ്ററിലൊക്കെ കാണുന്നത് പോലെ ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് എൻഗേജ് ചെയ്യുകയും ഓഡിയൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എലിമെൻറ്റ്സ് ഒക്കെയും ഈ ഒരു പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിനകത്ത് നമ്മൾ കാണുന്നു. The emergence of post-dramatic theatre reflects the cultural, technological and philosophical transformations of the late 20th century, including the rise of globalization and media influence. അപ്പോൾ ഈ പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിൽ നമ്മൾ കാണുന്നത് ഈ 20th സെഞ്ച്വറിയിൽ ഉണ്ടായിട്ടുള്ള സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള മാറ്റങ്ങളുടെ റിഫ്ലക്ഷൻസ് ആണ്. അതായത് ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളുടെ റിഫ്ലക്ഷൻസ് ആണ് ഈ ഒരു പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിൽ നമ്മൾ കാണുന്നത്. It also engages deeply with the contemporary social, political and cultural issues, making it an expressive platform for modern concerns. ഇതുകൂടാതെ തന്നെ ഇതിൽ തീമുകളായിട്ട് പലപ്പോഴും ഈ കണ്ടംപററി ഇഷ്യൂസ് തന്നെയാണ് നമ്മൾ കാണുന്നത്. പുതിയ കാലത്തുള്ള സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയും ഈ പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിലെ നാടകങ്ങളിൽ തീമുകളായിട്ട് വരുന്നത് നമ്മൾ കാണുന്നു. അൾട്ടിമേറ്റ്ലി പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്റർ റീഡിഫൈൻസ് എ വെരി നേച്ചർ ഓഫ് തിയേറ്റർ. അത്തരത്തിൽ തിയേറ്റർ എന്നുള്ള ആ ഒരു സങ്കല്പത്തെ തന്നെ പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്റർ റീഡിഫൈൻ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇറ്റ് എക്സ്പാൻസ് ഇറ്റ്സ് ബൗണ്ടറീസ് ബിയോണ്ട് ട്രഡീഷണൽ നരേറ്റീവ് ഫോംസ് ആൻഡ് ഓഫേഴ്സ് ന്യൂ വേസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പെർഫോമൻസ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നരേറ്റീവ് സ്ട്രക്ചറിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് പുതിയ രീതിയിലുള്ള പെർഫോമൻസും ഓഡിയൻസിന് ഒരു എക്സ്പീരിയൻസും എല്ലാം പോസ്റ്റ് ഡ്രമാറ്റിക് തിയേറ്ററിനകത്ത് ലഭിക്കുന്നു. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: How does Richard Schechner substantiate the claim that performance studies constitutes a distinct and significant academic discipline? ഇനി പെർഫോമൻസ് സ്റ്റഡീസ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അക്കാഡമിക് ഡിസിപ്ലിൻ ആണെന്ന് ഈ ആർട്ടിക്കിളിനകത്ത് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നു. Schechner argues that performance studies is distinct because it focuses on human behaviors rather than static cultural products. പ്രധാനമായിട്ട് പറയുന്നത് സാധാരണ അക്കാഡമിക് സ്റ്റഡീസിനകത്ത് ബുക്ക് അല്ലെങ്കിൽ മറ്റ് മീഡിയ ഒക്കെയാണ് ഇങ്ങനെ സ്റ്റഡി മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് പകരം ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ മനുഷ്യരുടെ പെരുമാറ്റമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു സവിശേഷതയാണെന്ന് പറയുന്നു. It studies what people do, including their actions, rituals and interactions, instead of relying solely on archives of books, documents or artifacts. ഇനി ഈ ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ പെർഫോമൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണെന്ന് പറയുന്നു. അതായത് സാധാരണ ആർട്സ്, സ്പോർട്സ്, മീഡിയ, എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, അതോടുകൂടി തന്നെ എവരിഡേ ആക്ഷൻസ്, നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം തന്നെയും പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് ആണ് കണക്കാക്കുന്നതെന്ന് പറയുന്നു. The discipline integrates theory and practice. Many performance scholars are also practitioners involved in theatre, dance or community performance. മറ്റൊരു സവിശേഷതയായിട്ട് പറയുന്നത് തിയറിയും പ്രാക്ടീസും തമ്മിൽ ഇൻ്റഗ്രേഷൻ ആണ്. അതായത് പെർഫോമൻസ് സ്റ്റഡി നടത്തുന്ന പല ആളുകളും ഒരു പെർഫോമേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെയായിട്ടാണ് വരുന്നതെന്ന് പറയുന്നു. ദിസ് മേർജിങ് ഓഫ് ക്രിയേറ്റീവ് പ്രാക്ടീസ് ആൻഡ് ക്രിട്ടിക്കൽ അനാലിസിസ് മേക്സ് എ ഫീൽഡ് യുണീക്ക്. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്റ്റഡി നടത്തുന്നവരും പെർഫോം ചെയ്യുന്നവരും ഒരേ ആളുകളാണെന്നുള്ളതും മറ്റ് അക്കാഡമിക് ഫീൽഡിൽ നിന്ന് പെർഫോമൻസ് സ്റ്റഡീസിനെ വ്യത്യസ്തമാക്കുന്നെന്ന് പറയുന്നു.
Performance studies employs participant observation as a central research method adapted from anthropology but applied more broadly. മറ്റൊരു സവിശേഷത പറയുന്നത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ആണ്. അതായത് ഈ പെർഫോമൻസുകളെല്ലാം പങ്കെടുത്തുകൊണ്ട് തന്നെ അത് നിരീക്ഷിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആന്ത്രപ്പോളജി അല്ലെങ്കിൽ നരവംശ ശാസ്ത്രത്തിനകത്ത് ഇത്തരത്തിലുള്ളൊരു മെത്തേഡ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെ ബ്രോഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. Scholars can examine their own culture or even their own actions, which is another unique feature of this discipline. അപ്പോൾ സാധാരണഗതിക്ക് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻസ് ഒക്കെ നടത്തുക എന്ന് പറയുന്നത് ഏതെങ്കിലും ട്രൈബൽസിൻ്റെ റിച്വൽസോ അല്ലെങ്കിൽ അവരുടെ കൾച്ചറിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന രീതിയിലാണ്. എന്നാൽ പെർഫോമൻസ് സ്റ്റഡിക്കകത്ത് സ്വന്തം കൾച്ചറിലുള്ള കാര്യങ്ങളും സ്വന്തം ആക്ഷൻസും വരെ നിരീക്ഷണ വിധേയമാക്കുമെന്നുള്ളത് മറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻസിൽ നിന്ന് പെർഫോമൻസ് സ്റ്റഡിയെ വ്യത്യസ്തമാക്കുമെന്ന് പറയുന്നു. The discipline also emphasizes a quality of liveliness. ഇതുകൂടാതെ ലൈവ്ലിനെസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയെ കൂടി എംഫസൈസ് ചെയ്തിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈവൻ ആർക്കൈവൽ ഓർ ആർട്ടിസ്റ്റിക് ഒബ്ജക്ട്സ് ആർ ഇൻ്റർപ്രിറ്റഡ് ഇൻ ടേംസ് ഓഫ് ദെയർ കണ്ടിന്യൂസ് ഇൻ്ററാക്ഷൻ വിത്ത് ഓഡിയൻസസ്, കണ്ടെക്സ്റ്റ് ആൻഡ് ഇവോൾവിംഗ് മീനിങ്സ്. നമ്മൾ നേരത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ഈ ആർട്ടിഫാക്ട്സ് അല്ലെങ്കിൽ മീഡിയ, പെയിൻറ്റിങ്, സ്കൾപ്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കൂടി ഇവിടെ ഒരു പെർഫോമൻസ് എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. കാരണം അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആർട്ടിസ്റ്റ് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക അത് തന്നെയാണോ ഓഡിയൻസ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഈ ആർട്ടിഫാക്ട്സിനെ കൂടി ഒരു പെർഫോമൻസ് എന്ന രീതിയിൽ ഇവിടെ കണക്കാക്കുന്നു. അതും ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമ്മൾ കാണുന്നു. The field rejects the notion of neutrality and objectivity, recognizing that every performance is embedded in socio-political realities. ഇതുകൂടാതെ മറ്റ് അക്കാഡമിക് സ്റ്റഡീസിലെല്ലാം തന്നെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അപ്രോച്ചാണ് ഉണ്ടാവുക. അത്തരം ഒരു കൺസെപ്റ്റ് ഇവിടെ സ്വീകരിക്കുന്നില്ല. കാരണം എല്ലാ പെർഫോമൻസും സാമൂഹ്യ രാഷ്ട്രീയമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നതാണെന്നാണ് ഇവിടെ കണക്കാക്കുന്നത്. ദിസ് അവെയർനെസ് മേക്സ് പെർഫോമൻസ് സ്റ്റഡീസ് ആൻ എത്തിക്കലി ആൻഡ് പൊളിറ്റിക്കലി എൻഗേജ്ഡ് ഫീൽഡ്. അത്തരത്തിൽ ഒരു എത്തിക്കലി പൊളിറ്റിക്കലി എൻഗേജ്ഡ് ഫീൽഡ് എന്നുള്ള രീതിയിലും മറ്റ് അക്കാഡമിക് ഫീൽഡുകളിൽ നിന്ന് പെർഫോമൻസ് സ്റ്റഡിയെ വ്യത്യസ്തമാക്കുന്നു. Schechner concludes that performance studies is avant-garde in its outlook, characterized by openness, experimentation and resistance to rigid academic boundaries. ഇതുകൂടാതെ avant-garde ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്യാരക്ടറിസ്റ്റിക്കാണ് പെർഫോമൻസ് സ്റ്റഡിക്ക് വരുന്നതെന്ന് പറയുന്നു. avant-garde എന്ന് പറയുന്നത് പുതിയ രീതിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അത്തരത്തിൽ ഈ പെർഫോമൻസ് സ്റ്റഡിക്കകത്തും പുതിയ കാലഘട്ടത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണുള്ളതെന്ന് പറയുന്നു. Its interdisciplinary and evolving nature establishes it as a distinct and significant academic discipline. അത്തരത്തിൽ ഒരു ഇൻ്റർഡിസിപ്ലിനറി, നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും ആയിട്ടുള്ള പല വിഷയങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു അവാൻഗാർഡ് നേച്ചർ നമ്മൾ പറഞ്ഞു, അതായത് ഒരു എക്സ്പെരിമെൻ്റൽ രീതികളൊക്കെ നമ്മൾ പറഞ്ഞു. അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം കൊണ്ട് തന്നെ പെർഫോമൻസ് സ്റ്റഡീസ് മറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റഡി ഫീൽഡ് എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.